ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഒത്തിരി ഭാരപ്പെട്ട് മനസ്സ് അസ്വസ്ഥപ്പെട്ട് ഉദ്ദേശിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കായക കൊണ്ട് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ കരം അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി തുറന്നു പിടിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഭാരവും പ്രയാസവും വേദനയും ഉൾക്കൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒരു പുതിയ ജീവിതവും നൽകാൻ ഇന്ന് കർത്താവായ ദൈവം നിന്നെ നോക്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ വേദനകളെ, പ്രയാസങ്ങളെ, നിരാശകളെ, നീ ഭയപ്പെടുന്ന കാര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നിന്റെ ബിസിനസ് മേഖലയിലുണ്ടായ വലിയ തകർച്ചകളെ, ഒത്തിരി പ്രതീക്ഷയോടെ നീ തുടങ്ങിയ ബിസിനസ് ഒത്തിരി നഷ്ടത്തിലായത് കാരണം എല്ലാം തകർന്ന അവസ്ഥയിലാണ് നീ ഇപ്പോൾ എങ്കിൽ ഇന്ന് കർത്താവായ ദൈവം നിനക്ക് വേണ്ടി നിന്നെ സഹായിക്കാനായി കാത്തിരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ നീ ആശയറ്റ് പ്രത്യാശയറ്റ് കാണപ്പെടുന്നു എങ്കിലും കർത്താവിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അതിനാൽ നീ ഈ രാത്രിയിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി ഈ രാത്രിയിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അത് ലാഭമാകുന്നില്ല, എല്ലായിടവും നഷ്ടങ്ങൾ മാത്രം. ദൈവമേ, ഈ രാത്രിയിൽ എനിക്കതിന് മറുപടി നൽകണമേ. എൻ്റെ ഈ പ്രയാസങ്ങളെ, ഒത്തിരി തകർച്ചയിലായിരുന്ന ഞാൻ പുതിയ ബിസിനസ് തുടങ്ങി, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ എല്ലാം ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായി തകർന്ന പരാജയപ്പെട്ട അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരാൻ കർത്താവെ, ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷയറ്റ ഈ മക്കളുടെ മേൽ കർത്താവെ, ഇന്ന് രാത്രിയിൽ നീ ഇടപെടുന്നതിനു വേണ്ടി നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ഞങ്ങളെ വീക്ഷിക്കണമേ. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 4:1 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഒത്തിരി മോഹഭംഗങ്ങളോടെ, ഒത്തിരി പരാജയത്തിൻ്റെ വക്കിൽ, ഒത്തിരി നഷ്ടത്തിൻ്റെ വക്കിൽ കഴിയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നിനക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം മുഴുവനും നീ ഞങ്ങളോട് കരുണ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഒത്തിരി ആപത്തനർത്ഥങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ നേരത്തെ കൂട്ടി നീ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ തകർക്കാൻ ശത്രു ഒരുക്കിയ സകല ആയുധങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ
എല്ലാം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് തകർന്നിട്ട് എല്ലാം നഷ്ടമായ കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി ആഗ്രഹത്തോടെ ഒത്തിരി പരിശ്രമത്തിൻ്റെ ഫലമായി തുടങ്ങിയ ബിസിനസ് ഒത്തിരിയധികം നഷ്ടത്തിൽ വന്നു ഭവിച്ചപ്പോൾ ഉണ്ടായ മാനസിക വേദനയും ദുഃഖവും നിരാശയും സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരി പ്രശ്നങ്ങളുടെ ഇടയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ കാണണമേ. നിന്റെ ഇരുകരങ്ങളിൽ ഞങ്ങളെ നീ ചേർത്തുകൊള്ളണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ ആനന്ദവും സുരക്ഷിതത്വവും അങ്ങയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ തകർന്ന അവസ്ഥയിൽ നീ ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഞങ്ങളോട് കൂടെ നിന്നവർ എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ച് നഷ്ടം വന്നപ്പോൾ എല്ലാവരും കൂടെയുണ്ടായിരുന്നവർ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ സകലത്തിൻ്റെയും ഉടയവനായ ദൈവമേ, സകല നഷ്ടങ്ങളെയും ലാഭമാക്കാൻ ശക്തനായ ദൈവമേ, നീ ഞങ്ങളെ ഇപ്പോഴും നീ വിശ്വസിക്കുന്നു, നീ ഞങ്ങളെ കരുതുന്നു, നീ ഞങ്ങളെ പരിപാലിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് ഒത്തിരി തവണ ഞങ്ങൾ ഓടിയകന്നിട്ടുണ്ട്. എന്തെന്നാൽ നിന്നെ അനുസരിക്കുന്നത് ഒത്തിരി കഠിനമായി തോന്നിയത് കാരണം ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് പലപ്പോഴും പോയിട്ടുണ്ട്. എന്നാൽ നിന്റെ അനന്തമായ സ്നേഹം ഈ മണിക്കൂർ വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഞെരുക്കങ്ങൾ വരുമ്പോൾ, ഞങ്ങൾക്ക് ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, ഞങ്ങൾക്ക് പരാജയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നിന്നിലേക്ക് നോക്കുക എങ്കിൽ ഞങ്ങൾക്ക് പുതിയ പ്രത്യാശയും പുതിയ പ്രതീക്ഷയും നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ. നഷ്ടപ്പെട്ടതെല്ലാം മറന്ന് എല്ലാം പുതുക്കിപ്പണിയാൻ, സകലതും നൽകാൻ, എനിക്ക് വേണ്ടി ഒരു ലോകം കൂടി സൃഷ്ടിച്ചു തരാൻ ശക്തനായ, കഴിവുള്ള, കാരുണ്യവാനായ, ദയാലുവായ അങ്ങയെ ഞാൻ നോക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഞങ്ങളുടെ തകർന്ന പ്രതീക്ഷകളെ നീ കാണണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കിനി നഷ്ടമാകാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ നഷ്ടമാക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തകർന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കാരുണ്യം അവരെ തൊടണമേ. കർത്താവേ, എത്രയൊക്കെ അബദ്ധങ്ങൾ ഞങ്ങൾ കാണിച്ചാലും, എത്രയൊക്കെ ബുദ്ധിമോശം ഞങ്ങൾ ചെയ്താലും, പണം ബുദ്ധിശൂന്യമായ രീതിയിൽ കൈകാര്യം ചെയ്താലും, കർത്താവേ, ഞങ്ങളുടെ കുറവുകളേക്കാൾ, ഞങ്ങളുടെ പരാജയങ്ങളേക്കാൾ, നഷ്ടങ്ങളേക്കാൾ, ഞങ്ങളുടെ ബലഹീനതകളേക്കാൾ എത്രയോ ഉന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എന്ന ആ വിശ്വാസം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം നൽകി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങ്, കോടി ഇരട്ടി ലാഭം കർത്താവിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഇനി മുതൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ, കർത്താവിൻ്റെ ഉപദേശം ശ്രവിച്ച് മുന്നോട്ടു പോകാൻ, എത്രമാത്രം കഠിനമായ വഴിയാണ് എങ്കിലും കർത്താവിൻ്റെ കൈപിടിച്ച് മുന്നോട്ടു പോകാൻ, നീതിക്ക് വേണ്ടി പൊരുതാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, നിന്നെ അനുസരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ അത് നീ ലാഭമാക്കി തരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, പ്രതിഫലമില്ലാതെ ഞങ്ങൾ നിനക്ക് വേണ്ടി ജോലി ചെയ്തപ്പോൾ ദൈവമേ, ഞങ്ങളുടെ പ്രതിഫലം നീയാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നയിക്കപ്പെട്ടിരുന്നത്. അതിനാൽ ഇനിയും ഞങ്ങളുടെ പ്രതിഫലം നീ തന്നെയാണ്. നീതിമാന്റെ പ്രതിഫലം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവേ, ഈ മക്കളോട് കരുണ തോന്നണമേ. നഷ്ടങ്ങളുടെ പട്ടിക
ഉള്ള ഒരു വലിയ സമൂഹം നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ ഉണ്ട്. ഈ മക്കൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് അവരുടെ ഹൃദയത്തിൽ നീ മന്ത്രിക്കണമേ. അവരെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവാക്കൾക്ക് വേണ്ടി, എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തക്ക ഇണയെ നൽകി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തിന് ആവശ്യമായ ആത്മീയ ശക്തി നൽകി, ആത്മീയ അറിവും ബോധ്യങ്ങളും നൽകി, ആത്മീയ കൃപാവരങ്ങൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ രോഗികളായ ഓരോരുത്തരെയും നീ തൊടണമേ. ഇപ്പോൾ തന്നെ ICUയിലും വെന്റിലേറ്ററിലും കഴിയുന്ന മക്കളെ നീ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ആശുപത്രികളിലായിരിക്കുന്ന മക്കളെ നീ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരം ഇപ്പോൾ എല്ലാ രോഗികളെയും സ്പർശിച്ച് പരിപൂർണ സൗഖ്യം നൽകി, അവർക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് നൽകി ഒരു നല്ല പുതിയ ജീവിതത്തിലേക്ക്, ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനയും വിഷമങ്ങളും ദുഃഖവും മറന്ന് നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച്, നീതിമാനായ ദൈവം ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന ബോധ്യത്തോടെ എല്ലാ ഭയവും മറന്ന്, നിരാശ മറന്ന് കർത്താവിൽ ആനന്ദിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ ഇപ്പോൾ കാണണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഖമായ നിദ്ര നൽകി കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ദുഷ്ടന്മാരിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, അപായങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും ജീവന് സംരക്ഷണവും അവരുടെ വാഹനങ്ങൾക്ക് സംരക്ഷണവും നൽകണമേ. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങൾ ശാന്തമായി സമാധാനത്തോടെ ഈ രാത്രിയിൽ നിന്റെ മടിയിൽ തല ചായ്ച്ച് ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാ ദുഷ്ടസ്വപ്നങ്ങളിൽ നിന്നും, പൈശാചിക പീഡനങ്ങളിൽ നിന്നും, ദുരാത്മാക്കളുടെ പീഡകളിൽ നിന്നും ഇന്നും എന്നും നിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളെ രക്ഷിക്കട്ടെ. സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവേ ഈ രാത്രിയിൽ നിനക്ക് തരുന്നു. കരുണയോടെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ
നിന്റെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും ഭയവും എടുത്തു മാറ്റി നിന്റെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദനയകറ്റി ഈ രാത്രിയിൽ കർത്താവ് ആശ്വാസം നൽകി, സമാധാനവും സന്തോഷവും നൽകി, ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം കർത്താവ് തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.